നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിനിലേക്ക്. നാളെ 2026 ജൂൺ മാസം 26 തീയതി വെള്ളിയാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായും ശ്രദ്ധിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുവാനും വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ വീണ്ടും സജീവമാകുമെന്നും ഞായറാഴ്ച മുതൽ മഴയുടെ തീവ്രത വർദ്ധിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. വിവിധ ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞായറാഴ്ച മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലും, തിങ്കളാഴ്ചയോടെ മഴ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനാൽ എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലുമാണ് ശക്തമായ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കനത്ത മഴ പെയ്യാൻ സാധ്യതയുള്ളതിനാൽ താഴ്ന്ന പ്രദേശങ്ങളിലും മലയോര മേഖലകളിലും വസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണം. മഴയോടൊപ്പം തന്നെ കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട്. ഞായർ മുതൽ തിങ്കൾ വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നു. ഈ സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: LPG പാചകവാതക ഉപഭോക്താക്കൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന അറിയിപ്പാണിത്. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾ ഉൾപ്പെടെ രാജ്യത്തെ എല്ലാ LPG ഉപഭോക്താക്കളും 2026 ജൂൺ 30-നകം ഈ KYC പ്രക്രിയ പൂർത്തിയാക്കണമെന്ന് പെട്രോളിയം മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. നിശ്ചിത സമയത്തിനകം ഈ KYC പൂർത്തിയാക്കാത്ത പക്ഷം ഇന്ത്യൻ ഗ്യാസ്, ഭാരത് ഗ്യാസ്, HP ഗ്യാസ് ഉപഭോക്താക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പാചകവാതക സബ്സിഡി തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. വ്യാജ കണക്ഷനുകൾ കണ്ടെത്താനും സബ്സിഡി സിലിണ്ടറുകൾ നിയമവിരുദ്ധമായി വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് തടയാനും അർഹരായ ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യങ്ങൾ ഉറപ്പാക്കാനുമാണ് ആധാർ അധിഷ്ഠിത ബയോമെട്രിക് ഒതന്റിഫിക്കേഷൻ നിർബന്ധമാക്കിയത്. നിലവിൽ ഈ KYC പൂർത്തിയാക്കാത്ത ഉപഭോക്താക്കൾക്ക് മാത്രമാണ് ഈ നിർദ്ദേശം ബാധകമാവുകയെന്നും മുൻപ് വിജയകരമായി ഇത് ചെയ്തവർ വീണ്ടും ചെയ്യേണ്ടതില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ ഗ്യാസ് ഏജൻസികൾ നേരിട്ട് സന്ദർശിച്ചോ അതത് ഗ്യാസ് കമ്പനികളുടെ ഔദ്യോഗിക മൊബൈൽ ആപ്പുകൾ വഴിയോ ഈ പ്രക്രിയ എളുപ്പത്തിൽ പൂർത്തിയാക്കാവുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാന സർക്കാരിന്റെ പ്രധാനപ്പെട്ട ജനക്ഷേമ പദ്ധതികളിലൊന്നായ കണക്ട് വർക്ക് സ്കോളർഷിപ്പ് ജൂലൈ 1-ന് ആരംഭിക്കുന്ന സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതികളിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചതായി പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് വലിയൊരു സാമ്പത്തിക കൈത്താങ്ങായി മാറുന്ന പ്രതിമാസം 1000 രൂപ ലഭിക്കുന്ന ഈ പദ്ധതി കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാരിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായി നിലവിലുള്ള കുടിശ്ശികകൾ ഉടൻ തന്നെ വിതരണം ചെയ്യുമെന്നും പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്നുമാണ് സൂചന. 18 വയസ്സ് പൂർത്തിയായവർക്കും 30 വയസ്സ് കവിയാത്തവർക്കുമാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ അർഹതയുള്ളത്. പഠനം പൂർത്തിയാക്കി വിവിധ സർക്കാർ, പൊതുമേഖലാ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും നൈപുണ്യ വികസന, അതായത് സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകൾ ചെയ്യുന്നവർക്കുമാണ് ഈ ആനുകൂല്യം ലഭിക്കുക. എന്നാൽ ഉന്നത വിദ്യാഭ്യാസത്തിനായുള്ള എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്നവർക്ക് ഇതിൽ അപേക്ഷിക്കാൻ സാധിക്കില്ല. അപേക്ഷകരുടെ കുടുംബ വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം എന്നതും ഈ പദ്ധതിയുടെ പ്രധാന നിബന്ധനയാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: പാസ്പോർട്ട് ഇന്ത്യൻ പൗരത്വം തെളിയിക്കുന്നതിനുള്ള ഔദ്യോഗിക രേഖയല്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയതോടെ രാജ്യത്ത് പൗരത്വം സ്ഥാപിക്കാൻ സാധ്യതയുള്ള രേഖകൾ ഏതെല്ലാമാണെന്ന ചർച്ചകൾ സജീവമായിരിക്കുകയാണ്. പൗരത്വത്തിന്റെയും വിവിധ സർക്കാർ ആനുകൂല്യങ്ങളുടെയും തെളിവായി പൊതുജനങ്ങൾ പാസ്പോർട്ട് വ്യാപകമായി ഉപയോഗിച്ചു വരുന്ന പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നിർണായക വിശദീകരണമുണ്ടായത്. വിദേശയാത്രകൾ സാധ്യമാക്കുക, അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യൻ പൗരന്റെ വ്യക്തിത്വം സാക്ഷ്യപ്പെടുത്തുക എന്നിവ മാത്രമാണ് പാസ്പോർട്ടിന്റെ പ്രാഥമിക ലക്ഷ്യങ്ങളെന്ന് മന്ത്രാലയ ഉദ്യോഗസ്ഥർ അടിവരയിട്ട് വ്യക്തമാക്കുന്നു. ഇന്ത്യയിൽ ജനിച്ച ഭൂരിഭാഗം പേർക്കും പൗരത്വം തെളിയിക്കുന്നതിനുള്ള അടിസ്ഥാന രേഖ ജനന സർട്ടിഫിക്കറ്റാണ്. ഇന്ത്യൻ പൗരത്വ നിയമപ്രകാരം വിവിധ കാലയളവുകളിൽ ജനിച്ചവർക്ക് വ്യത്യസ്തമായ പൗരത്വ മാനദണ്ഡങ്ങളാണ് നിലവിലുള്ളത്. 1980 ജനുവരി 26-നും 1987 ജൂലൈ 1-നും ഇടയിൽ ഇന്ത്യയിൽ ജനിച്ച ഏവർക്കും മാതാപിതാക്കളുടെ പൗരത്വം പരിഗണിക്കാതെ തന്നെ ജനനം കൊണ്ട് ഇന്ത്യൻ പൗരത്വത്തിന് അർഹതയുണ്ട്. എന്നാൽ 1987 ജൂലൈ 1 മുതൽ 2004 ഡിസംബർ 3 വരെയുള്ള കാലയളവിൽ ജനിച്ചവർക്ക് പൗരത്വം ഉണ്ടാകണമെങ്കിൽ മാതാപിതാക്കളിൽ ഒരാളെങ്കിലും ഇന്ത്യൻ പൗരനായിരിക്കണം. 2004 ഡിസംബർ 3-നോ അതിനുശേഷമോ ജനിച്ചവരാണെങ്കിൽ മാതാപിതാക്കൾ ഇരുവരും ഇന്ത്യൻ പൗരന്മാരായിരിക്കണം. അല്ലെങ്കിൽ മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരനും മറ്റേയാൾ നിയമവിരുദ്ധ കുടിയേറ്റക്കാരൻ അല്ലാതിരിക്കുകയും വേണം.
പൗരത്വം തെളിയിക്കുന്നതിനായി ഇതിനാസ്പദമായ രേഖകൾ ഹാജരാക്കേണ്ടതും അനിവാര്യമാണ്. പൗരത്വ രേഖകളെ സംബന്ധിച്ച ആശങ്കകൾ ശക്തമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മറ്റ് തിരിച്ചറിയൽ രേഖകളുടെ നിയമസാധുത സുപ്രീം കോടതിയും തിരഞ്ഞെടുപ്പ് കമ്മീഷനും മുൻപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ആധാർ കേവലം ഒരു തിരിച്ചറിയൽ രേഖ മാത്രമാണെന്നും പൗരത്വത്തിന്റെ നിർണായക തെളിവല്ലെന്നും വോട്ടർ പട്ടികയുടെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ സംബന്ധിച്ച വാദത്തിനിടെ സുപ്രീം കോടതി നിരീക്ഷിച്ചിരുന്നു. അതുപോലെ തന്നെ വോട്ടർ കാർഡുകൾ പ്രധാനമായും തിരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കും മേൽവിലാസം തെളിയിക്കുന്നതിന് വേണ്ടിയുള്ളതായതിനാൽ വോട്ടർ കാർഡ് കൈവശമുള്ളതുകൊണ്ട് മാത്രം ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വം അവകാശപ്പെടാനാകില്ല. ഈ നിയമപരമായ വശങ്ങൾ നിലനിൽക്കുമ്പോൾ രാജ്യത്തെ പാസ്പോർട്ട് വിതരണ സംവിധാനങ്ങൾ വൻതോതിൽ വിപുലീകരിക്കപ്പെടുകയാണ്. മുൻപ് കേവലം 77 പാസ്പോർട്ട് കേന്ദ്രങ്ങൾ മാത്രമുണ്ടായിരുന്ന സ്ഥാനത്ത് നിലവിൽ 545 പാസ്പോർട്ട് സേവന കേന്ദ്രങ്ങൾ ഇന്ത്യയിലുടനീളം പ്രവർത്തന സജ്ജമായിട്ടുണ്ട്. ഇതിനു പുറമെ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായി അത്യാധുനിക സാങ്കേതിക വിദ്യയോടെയുള്ള ചിപ്പ് ഘടിപ്പിച്ച ഈ പാസ്പോർട്ടുകളുടെ വിതരണവും രാജ്യത്ത് അതിവേഗം പുരോഗമിക്കുകയാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചതായി സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞു. മുൻ സർക്കാർ തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രഖ്യാപിച്ച ഈ പുതിയ പദ്ധതിയിലേക്ക് 18 ലക്ഷത്തോളം ഗുണഭോക്താക്കളാണ് അപേക്ഷ സമർപ്പിച്ചിരുന്നത്. ഇതിൽ അർഹരായവർക്ക് 2 ഗഡുക്കളായി സഹായം ലഭിച്ചിരുന്നെങ്കിലും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ തുക മാത്രമാണ് വിതരണം ചെയ്യാൻ സാധിച്ചിരുന്നത്. നിലവിൽ പദ്ധതിയിൽ വൻതോതിൽ അനർഹർ കടന്നുകൂടിയിട്ടുണ്ടെന്ന നിരവധി പരാതികൾ ലഭിച്ച സാഹചര്യത്തിലാണ് കൃത്യമായ പരിശോധനകൾക്കായി സർക്കാർ ഇത് താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുന്നത്. അതിനാൽ ഉടൻ തന്നെ ആനുകൂല്യങ്ങൾ ലഭ്യമാകില്ലെങ്കിലും അപേക്ഷകരുടെ നിലവിലെ രജിസ്ട്രേഷൻ റദ്ദാക്കപ്പെടാതെ അതേപടി നിലനിൽക്കുന്നതാണ്. അനർഹരെ ഒഴിവാക്കിക്കൊണ്ട് സർക്കാർ ഉചിതമായ തീരുമാനമെടുക്കുന്ന മുറയ്ക്ക് ഫണ്ട് അനുവദിക്കുകയും ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുകയും ചെയ്യും. പുതിയ പരിശോധനകൾക്കായുള്ള സർക്കാർ നിർദ്ദേശം വരുന്നതുവരെ ആനുകൂല്യങ്ങൾ ലഭ്യമാകില്ലെന്ന കാര്യം നിലവിലെ ഗുണഭോക്താക്കളും അപേക്ഷകരും പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് ഇന്നലെ തുടക്കമായി. വിതരണം ആരംഭിച്ചു കഴിഞ്ഞതിനാൽ ഇന്നലെ തുക ലഭിക്കാത്തവർക്കും ഇന്നും അടുത്ത ദിവസങ്ങളിലുമായി ബാങ്ക് അക്കൗണ്ടുകളിൽ പണം എത്തുന്നതായിരിക്കും. മുഹറത്തിന് മുൻപ് തന്നെ തുക ഗുണഭോക്താക്കളുടെ കൈകളിൽ എത്തിക്കുമെന്നാണ് നിലവിലെ ഔദ്യോഗിക അറിയിപ്പ്. ബാങ്ക് അക്കൗണ്ടുകൾ വഴിയും സഹകരണ സംഘങ്ങൾ വഴിയും 2000 രൂപ വീതമാണ് ലഭിക്കുക. പെൻഷൻ വിതരണത്തിൽ യാതൊരു തടസ്സവുമില്ലെന്ന് ഉറപ്പാക്കാൻ സർക്കാർ എല്ലാ കാര്യങ്ങളും കൃത്യമായി ഏകോപിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ ചില സഹകരണ ബാങ്കുകൾ തുക പിടിച്ചുവെക്കുകയും നിശ്ചിത ദിവസം കഴിഞ്ഞിട്ടും വിതരണം ചെയ്യാതിരിക്കുകയും ചെയ്ത സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കൃത്യസമയത്ത് തന്നെ തുക വിതരണം ചെയ്യണമെന്ന് ബാങ്കുകൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ക്ഷേമനിധി ബോർഡ് പെൻഷനുള്ളവർക്കും സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയിലുള്ളവർക്കും ഈ ആനുകൂല്യം ലഭിക്കും. ജൂലൈ മാസം 3-ാം തീയതിക്ക് മുൻപ് പെൻഷൻ വിതരണം പൂർത്തിയാക്കണമെന്നാണ് സർക്കാരിന്റെ നിർദ്ദേശം. അതുകൊണ്ട് തന്നെ ഈ ആഴ്ചകളിൽ എല്ലാവരുടെയും അക്കൗണ്ടുകളിൽ തുക എത്തിച്ചേരുന്നതാണ്. അതേസമയം വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനും വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർക്കുള്ള പുനർവിവാഹം ചെയ്തിട്ടില്ലെന്ന സർട്ടിഫിക്കറ്റ് നൽകാനും ഇനി കേവലം 5 ദിവസം കൂടിയാണ് സമയമുള്ളത്. എന്നാൽ ഇത് എല്ലാവരും നൽകേണ്ടതില്ല. മാർച്ചിന് മുൻപ് നോൺ മാരേജ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ള വിധവ അവിവാഹിത പെൻഷൻകാർ ഇപ്പോൾ വീണ്ടും നൽകേണ്ടതില്ല. അന്ന് നൽകാൻ കഴിയാത്തവർ മാത്രം ഇപ്പോൾ സമർപ്പിച്ചാൽ മതിയാകും. അതുപോലെ വരുമാന സർട്ടിഫിക്കറ്റ് നേരത്തെ നൽകിയവരും വീണ്ടും നൽകേണ്ടതില്ല. 2019 ഡിസംബർ 31 മുൻപ് പെൻഷൻ അനുവദിച്ചു കിട്ടിയവർ മാത്രമാണ് ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത്. അതിനുശേഷം പെൻഷൻ ലഭിച്ചു തുടങ്ങിയവർ ഈ സർട്ടിഫിക്കറ്റ് നൽകേണ്ടതില്ല. ഏറ്റവും അവസാനമായി സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന സ്വർണ്ണവിലയിൽ ഇടിവ് തുടരുന്നു. 2026 ജൂൺ 25 ഇന്ന് വ്യാഴാഴ്ച 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 255 രൂപ കുറഞ്ഞ് 12,845 രൂപയും പവന് 2,040 രൂപ കുറഞ്ഞ് 1,02,760 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഡെയിലി ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും നിങ്ങൾ വാർത്തകൾ ഷെയർ ചെയ്യുക. യൂട്യൂബിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക.